അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മളൊരു മാരുതി 800-ൻ്റെ ബേക്കിൽ നെരുങ്ങിയിരുന്ന് കേരള യാത്രയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യം, എത്ര ബസ് ഇട്ട് പോകുന്നുണ്ട്, എത്ര വണ്ടി കേരള യാത്രയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. നമ്മളെ കൂടെ ജുബൈർ ഉസ്താദുണ്ട്, ഷിഹാബ് ഉസ്താദുണ്ട്, നമ്മളെ മുബശ്ശിർ സാദി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഫെമീൻ മുമ്പിലുണ്ട്. ഓക്കെ, അവരൊക്കെ നമുക്ക് യാത്രയിൽ കാണാം. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ വിരാജ്പേട്ടയിൽ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോയി വൈകുന്നേരം 6 മണിക്കാണ് വന്നത്. വരുന്ന വൈകുണ്ട് ജുബൈർ ഉസ്താദും മുബശ്ശിർ ഉസ്താദും പഠിക്കുന്നത് എന്തായാലും നമുക്ക് ഇന്ന് കേരള യാത്രയിൽ പോകണം, നമ്മളില്ലെങ്കിൽ കേരള യാത്ര നടക്കില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ, വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചു. ജുബൈർ ഉസ്താദ് പറഞ്ഞു അടിപൊളി ബസ് ഉണ്ട്, സെമി സ്ലീപ്പർ അടിപൊളി ബസ്സാണ്, കിടിലൻ ബസ്, ടിക്കറ്റ് ഒക്കെ ഓക്കെയാണ്, നമ്മൾ കയറിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. പൈസ എത്ര പൈസയേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മളെ ഫെമിന് ജോലി ചെയ്യുന്നിടത്ത് കയറി അവനോട് പറഞ്ഞ് നീ വേറങ്ങ് വീട്ടിൽ പോയി ഫ്രഷ് ആയിക്കോ, നമുക്ക് പോവാം. ഫെമിനെ വിളിച്ചിറക്കി വർക്ക് കൊണ്ട് വല്ല ഡ്രസ്സെല്ലാം എടുത്ത് നമ്മൾ ഓടിപ്പടഞ്ഞ് 7:30-ക്കാണ് ബസ്. നമ്മൾ ഇരുട്ടിയിലെത്തി, ബസ് വന്നു. ബസ് നമ്മൾ കയറി നോക്കുമ്പോൾ നമുക്കൊരു സീറ്റും കാണുന്നില്ല. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പൊ എന്താണ് ആ സീറ്റിൽ മുഴുവൻ ആളാവാനുള്ള കാരണം എന്നുള്ളത്, എന്താണ് നമുക്ക് പാളിപ്പോയിരുന്നുള്ളത് നമ്മളെ ബസ് ബുക്ക് ചെയ്ത ജുബൈർ ഉസ്താദ് നമ്മോട് സംസാരിക്കും. സമയത്ത് തന്നെ നമ്മൾ വിളിച്ച് അവരെ ബുക്ക് ചെയ്തിരുന്നേ. അപ്പൊ ആ സമയത്ത് അവര് പറഞ്ഞത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ പേരൊന്നും പറയണ്ട, അവിടെ വന്ന് നിന്നാൽ മതി, വെയിറ്റ് ചെയ്താൽ മതി, ആ ബസ് വരുന്ന സമയത്ത് നിങ്ങൾ ബസ്സിൽ കയറിയാൽ മതി, വേറെ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെയും വീണ്ടും വിളിച്ചു. അങ്ങനെ ലാസ്റ്റ് ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് വിളിച്ചപ്പോൾ ഒരു 2 ടിക്കറ്റ് അധികം വേണമെന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് കുഴപ്പമില്ല, നിങ്ങൾ അവിടെ നിന്നാൽ മതി, പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്, അതിന് മാത്രം ആൾക്കാരൊന്നും ഇല്ല. പിന്നീടാണ് ഇവർ ബസ്സിൽ കയറിയപ്പോൾ ബസ്സിലെത്തി. ബസ് വന്ന് നമ്മൾ ഓടി കയറിയ സമയത്ത് ബസ് സീറ്റ് ഫുള്ളാണ്, ഒരു പകുതി 90% സീറ്റ് ഫുള്ളാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ നമ്മോട് പറഞ്ഞു 2 സീറ്റ് ഉണ്ട്, ആ 2 സീറ്റിൽ നിങ്ങൾ ഇരിക്കുക, ബാക്കിയുള്ള ആളെ നമുക്ക് എവിടെ ഇരുത്താം, ക്യാബിനിൽ ഇരുത്താം. എവിടത്തേക്ക്? ഇരുട്ടിന്ന് കോട്ടയത്തേക്ക്. ബേക്കറി സീറ്റിലുള്ള ഒരു പലകോലത്തെ സാധനമില്ലേ, ആടെയാണ് ഷിഹാബ് ഉസ്താദ് ഇരുന്നിട്ട് കോട്ടയം പോയിട്ട്. ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ വരുന്നില്ല, നമ്മൾ ഇറങ്ങി ഇരുട്ടിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ആശങ്കയിൽ നമ്മൾ ഇരുട്ടിയിൽ ഇരിക്കുന്ന സമയത്താണ് കുറെ അന്വേഷിച്ചു, ഒരു ബസ്സിലും ടിക്കറ്റ് കാണുന്നില്ല. അപ്പൊ ഞാൻ എറണാകുളം ബസ് നമുക്ക് ബസ് ഇപ്പൊ കണ്ണൂർ അജുവന്തോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഞാനപ്പൊ മുബശ്ശിർ ഉസ്താദിനെ വിളിച്ച് എന്താ പറഞ്ഞറിയോ, നേരെ പുന്നാടേക്ക് വാ, നമുക്ക് ബൈറൂത്ത് ഒരു മന്തി തന്നാ പുര പിടിക്കാറ്. മുബശ്ശിർ ഉസ്താദ് പറഞ്ഞ് പറ്റൂല, നമ്മൾ എങ്ങനെയായാലും തിരുവനന്തപുരം പോയേ പറ്റും. നമ്മള് പിന്നെ വിശാഖി പോയി, അല്ലെങ്കിൽ മാത്രല്ല ഉസ്താദിനോട് യാത്രയൊക്കെ എല്ലാരോടും പറഞ്ഞു ഇവർ കേരളത്തിലേക്ക് പോക്കാണ്. ഉസ്താദ് ഇവര് യാത്ര പോകുന്നല്ലെന്ന് എടുത്തിട്ട് ഇവരെ കൊണ്ട് വാങ്ങലും കൊടുപ്പിച്ച് അത് മാത്രല്ല ഖാദർ സാർ പറഞ്ഞു നിങ്ങൾ പോകുന്നില്ലെങ്കിൽ PLCയിൽ മെസ്സേജ് ഇടാം, ടീച്ചേഴ്സിനോട് ലീവ് എടുത്തോ, അത്രത്തോളം പറഞ്ഞു നമ്മളോട്. അപ്പൊ അത്ര നമ്മളൊരു വിഷമായി പോയി. മെസ്സേജ് ഇടാൻ പോവാണ്, പിന്നെ കേരളത്തിലേക്ക് പോകാൻ വിചാരിച്ച 4 ആൾക്കാർ എന്തായാലും പോകുന്നില്ല, ടീച്ചർമാർക്ക് ആർക്കെങ്കിലും ലീവ് ആണെങ്കിൽ ലീവ് കൊടുത്തു. എന്നിട്ട് അപ്പോഴാണ് പോയേ പറ്റും. ഞാൻ ഉടനെ എന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഞാനും ഫെബിനും ഇരുട്ടിയിൽ നിന്ന് ഉള്ളിയിൽ വന്നു. അപ്പോഴാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനെന്ന് അജ്മൽ പറയുന്നത്, നേരെ കണ്ണൂർ പോവാ, ഒന്നുകിൽ ബസ് അല്ലെങ്കിൽ ട്രെയിന്, ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇന്ന് പോകും എന്ന് തീരുമാനിച്ച് നമ്മളങ്ങനെ ഇപ്പൊ കണ്ണൂരേക്ക് പോവാണ്. അജ്മൽ ഉണ്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്ന അജ്മൽ പറഞ്ഞത് ബസ് ഉണ്ട്, റെഡിയാണ്, ടിക്കറ്റ് നോക്കുന്നുണ്ട്, സെറ്റ് ആക്കാം, 10 മണിക്കൊരു ബസ് ഉണ്ട്, നിങ്ങൾ പരമാവധി ഓടിപ്പിടിച്ച് വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മുബശ്ശിർ ഉസ്താദിന്റെ മയിൽ വാഹനത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് കണ്ണൂർ എത്തിയിട്ട് ബാക്കി കാണാം, ഏത് വണ്ടിയാണ് എന്താന്നൊക്കെ ആയിക്കോണ്ട. അപ്പൊ നമ്മള് കണ്ണൂരെത്തി, ബസ് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും കുറേ വയന്ന് അവസാനം കണ്ണൂർ വരെ ഓടിപ്പിടിച്ച് വന്നതാണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു, നമ്മൾ കണ്ണൂരേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ബസ് വരുന്ന നോക്കട്ടെ. ഒരു കോട്ടയം വരെയുള്ള ബസ്സാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, ബാക്കി അവിടുന്ന് എങ്ങനെ പോകുന്നതെന്ന് ഇപ്പോൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി ബസ് കാണാം. അപ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട്, കിട്ടില്ല ബസ്സാണ്. ടിക്കറ്റ് നോക്കട്ടെ, കയറട്ടെ.
ബസ്സാണ് കിട്ടില്ല സാധനം. ഇന്നത് ഉറങ്ങാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങട്ടെ. അജ്മൽ എന്താണ് ബസ്സിനെ കുറിച്ച് അഭിപ്രായം? നല്ല അടിപൊളി ബാത്റൂം സൗകര്യം വരെയുള്ളൊരു കിടിലൻ ബസ്സാണ്. അപ്പം ഇനി ഉറങ്ങാൻ പോവാണ്. എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് അന്നേരം കാണാം, അല്ലെങ്കിൽ കോട്ടയത്ത് എത്തിയിട്ട് കാണാം. നമ്മൾ രാത്രി കണ്ണൂരിൽ നിന്ന് ബസ് കയറിയതല്ലേ നിങ്ങൾ അവസാനമായിട്ട് കണ്ടത്. ഇപ്പം നമ്മൾ കോട്ടയത്താണുള്ളത്. കോട്ടയം വരെയുള്ള ബസ്സാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കണം. രാവിലെ നമ്മൾ കോട്ടയത്തെത്തി ഫ്രഷ് ആവാൻ വേണ്ടി ലോഡ്ജൊക്കെ നോക്കുമ്പോൾ ഒക്കെ ഫുള്ളാണ്. നമ്മളെന്തായി തൊട്ടടുത്തൊരു നല്ല പള്ളി കിട്ടി, ഇവിടെ വന്നു. ഓരോരുത്തരായി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുളി കഴിഞ്ഞു, ഡ്രസ്സ് മാറി. ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് തിരുവനന്തപുരം എത്താനുള്ള എന്തെങ്കിലും വഴി നോക്കണം. കേരള യാത്ര തിരുവനന്തപുരം എത്തുമ്പോഴേക്കെങ്കിലും നമ്മൾ എത്തണ്ടേ? നോക്കാം ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. ഇന്നലെല്ലാം കഴിഞ്ഞിട്ടുമാണ് ഇനി എങ്ങനെ തിരുവനന്തപുരം എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ. എല്ലാം നല്ല വെജ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോട്ടയത്തൊരു ബസ് കിട്ടിയിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റിൻ്റെ ഒരു എയർ ബസ്, ഡിലക്സ് ബസ്സാണ് കിട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് 3-3.5 മണിക്കൂർ യാത്ര എന്തായാലും തിരുവനന്തപുരത്തേക്കുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയിട്ട് കേരള യാത്ര വിശേഷങ്ങളോട് നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താം. ഓക്കെ. നമ്മൾ വന്ന് കയറുന്ന സമയത്ത് തന്നെ തലസ്ഥാന നഗരി ജനനിബിഡമായിട്ടുണ്ട്. ബസ് ഇറങ്ങിയത് മുതൽ തന്നെ കിലോമീറ്ററുകൾ നടന്നാണ് നമ്മൾ സമ്മേളന നഗരിയിലെത്തിയത്. താജുൽ നഗർ ഫുൾ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്മേളനമായി കേരള യാത്രയുടെ സമാപനം മാറി എന്നുള്ളത് അങ്ങനെ പറയാമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ നേതാക്കൾ, സാംസ്കാരിക, സാമൂഹിക, മതസംഘടന നേതാക്കളൊക്കെ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും കാന്തപുര ഉസ്താദിൻ്റെ യാത്ര, ഷെയ്ഖുനാൻ്റെ യാത്ര, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയക്കാരെയും എല്ലാവരും ഇങ്ങനെ അത്ഭുതം കൂറി നോക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഉദ്ഘാടന ഭാഷണം നടത്തി. VD സതീശൻ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു. ഒരുപാട് നേതാക്കൾ പങ്കെടുത്തു. നിങ്ങൾ കണ്ട കാരവനാണ് ഉസ്താദ് യാത്ര ചെയ്തത്. അങ്ങനെ ഈ പുത്തരിക്കണ്ടം മൈതാനവും തിരുവനന്തപുരം നഗരമൊക്കെ ഒരല്പസമയം സ്പന്ദിച്ചു പോയ രീതിയിൽ അത്രയേറെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞ ഒരു സമ്മേളനമായി തിരുവനന്തപുരം ഈ ഒരു സമ്മേളനം മാറി. നമുക്ക് 9:45-10 മണി സമയത്ത് നമുക്ക് ഈ സമ്മേളന നഗരിയുടെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ ദൂരം നാട്ടിലേക്കുള്ള ബസ്സുണ്ട്. ഓക്കെ.